Hello guys, welcome back to Heaven's Kitchen. നമ്മളൊരു അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്, ഫിഷ് തവ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ചോറിന് ചപ്പാത്തിയിട്ടൊക്കെ കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ നമുക്ക് നേരം കളയാതെ വേഗത്തിനകത്ത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അരയ്ക്കണം. അപ്പോൾ അതൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഒരു 12-15 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു തുണ്ടം മല്ലിയില, അതുപോലെ തന്നെ ഒരു ചെറിയ പിടി പുതിനയില, കറിവേപ്പില ഒരു തണ്ട്, പിന്നെ പച്ചമുളക്. ഇതൊരു 6-7 എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മാറ്റാം. ഞാൻ പിന്നെ കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. മുളക് പൊടി മറ്റേത് എരിവുള്ളത് നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ വാളംപൊടി ജസ്റ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം. അതിന് ശേഷം പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി നല്ലോണം നമുക്ക് അരച്ചെടുത്ത് നമുക്ക് മിക്സ് റെഡിയാക്കാം. നമ്മളിത് നല്ലോണം അരച്ചിട്ടുണ്ട്. ഉള്ള പുളിയുടെ വെള്ളം കൂടി നല്ലോണം അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇനി ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം, ഒരു 1.5 ടീസ്പൂൺ നല്ല മുളകും പൊടി, നമുക്കൊരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് പൊടിയുടെ ഒക്കെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ലാസ്റ്റ് ഒന്നുകൂടി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി മസാല ഇതിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മളിത് ഫിഷിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം മസാല നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മസാല നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ 1-2 മണിക്കൂർ വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വയ്ക്കുക. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് നല്ലോണം വറുത്തെടുക്കാം. പിന്നെ എരിവ്, ഞാനിപ്പോൾ ഇട്ട എരിവ് നല്ല എരിവുണ്ട്. അപ്പോൾ അത്ര എരിവ് വേണ്ടാത്തവർ ഒന്നെങ്കിൽ കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുക, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ. ഈ എരിവ് പക്ഷെ വറുത്ത് കഴിയുമ്പോൾ എനിക്ക് ആ കറക്റ്റ് പാകം എരിവാകും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി പച്ചമുളകിൻ്റെ ഒക്കെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമ്മളിത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു പാൻ വെച്ചിട്ട് അതിൽ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുറേശ്ശെ മേത്തൊഴിച്ച് കൊടുത്തിട്ട് ചെറുതായി നമുക്ക് 2 സൈഡ് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ 2 സൈഡ് നമ്മൾ മറിച്ചിട്ടിട്ട് നമ്മുടെ ഫിഷ് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മളത് ഫിഷ് ഫ്രൈ റെഡി ആയിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഫിഷിൻ്റെ മുകളിൽ പറ്റാനുള്ള മസാല തയ്യാറാക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ എണ്ണ ഉണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണില്ലേ ഞാൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസാല ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മസാലയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പച്ചമണമൊക്കെ മാറി വരുന്ന വരെ നല്ലോണം നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ മൂപ്പിച്ചെടുത്തതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, എന്നിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫിഷിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ മസാല നല്ലോണം പരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നമുക്കിതുപോലെ ഇങ്ങനെ പരട്ടി കൊടുക്കാം. അപ്പോൾ മസാല കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചുവന്നുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമുക്ക് മസാല നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയാണ് ഇട്ടിരിക്കുന്നത്, അത് കുറച്ചുകൂടി ഇട്ടാൽ മതി. പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ.
അങ്ങനെ നമ്മുടെ ഫിഷ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലും ഈവൻ ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഐറ്റം ആയിട്ട് കാണാം. അതുവരെ കിസ് മൈ ഓൾവേസ് ടേക്ക് കെയർ. ബൈ ബൈ.